أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അനുസ്മരണമാണ് നടന്നു വരുന്നത്. ഇതോടനുബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ടു ശേഷം മുനാഫിക്കീങ്ങളോടും എതിരാളികളോടും നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഹദ്രത്ത് ഖാലിദ് ബിൻ വലീദ് മുസൈലിമ കസ്സാബിനോട് യുദ്ധത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. ഇതിൽ മുസ്ലിങ്ങളുടെ വിവിധ സംഘങ്ങളുടെ ധ്വജവാഹകരുടെ ധൈര്യത്തെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ടായിരുന്നു. അൻസാറിന്റെ പതാക ഹസ്രത്ത് സാബിത് ബിൻ ഖൈസിന്റെ പക്കലായിരുന്നു. മുഹാജിരിങ്ങളുടെ പതാക ഹസ്രത്ത് സെയ്ദ് ബിൻ ഖത്താബിന്റെ കയ്യിലായിരുന്നു. ഹസ്രത്ത് സെയ്ദ് ബിൻ ഖത്താബ് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ദൃഢമായി ഉറച്ചു നിൽക്കുവിൻ, ശത്രുക്കൾക്ക് മേൽ കുതിക്കുവിൻ, മുന്നോട്ട് ഗമിക്കുവിൻ. തുടർന്ന് പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ അള്ളാഹു അവരെ പരാജയപ്പെടുത്തുന്നവരെ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ സംസാരിക്കുന്നതല്ല, പിന്നെ തെളിവുകളുമായി ഞാൻ സംസാരിക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹവും ഷഹീദായി. ഹസ്രത്ത് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ രണ്ടാം ഉമ്മയുടെ മകനായിരുന്നു. ആദ്യകാല മുസ്ലിമുമായിരുന്നു. അതായത് തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. ബദറിലും അതിനുശേഷമുള്ള യുദ്ധങ്ങളിലും ഭാഗവാക്കായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിനു ശേഷം അദ്ദേഹത്തിനും മഅൻ ബിൻ അദി അൻസാരിയുമായി സഹോദര ബന്ധമുണ്ടാക്കി. രണ്ടുപേരും യമാമ യുദ്ധത്തിലാണ് ഷഹീദായത്. യമാമ യുദ്ധത്തിൽ ഹദ്റത്ത് ഖാലിദ് സൈന്യത്തെ ക്രമീകരിച്ചപ്പോൾ ഒരു ഭാഗത്തിന്റെ സൈന്യാധിപനായി ഹസ്രത്ത് സെയ്ദ് ബിൻ ഖത്താബിനെയാണ് നിശ്ചയിച്ചത്. അതുപോലെ ഈ യുദ്ധത്തിൽ മുഹാജിരിങ്ങളുടെ പതാകയും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹം പതാകയുമായി മുന്നോട്ട് ഗമിക്കുകയും വളരെ ധീരമായി പോരാടുകയും ചെയ്തു. എത്രത്തോളം എന്നാൽ ഷഹീദായി. അങ്ങനെ കൊടി താഴെ വീണുപോയി. സാലിം മൗല അബി ഹുസൈഫ റളിയല്ലാഹു അൻഹു പതാക ഏറ്റെടുത്തു. ഈ യുദ്ധത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു മുസൈലിമയുടെ വലം കൈയും ധീരനുമായ കുതിരസവാരിക്കാരൻ റിജാൽ ബിൻ അൻഫുഹിനെ വധിക്കുകയുണ്ടായി. അദ്ദേഹത്തെ വധിച്ചത് മറിയം ഹനഫി എന്ന ആളായിരുന്നു. പിന്നീട് അയാൾ മുസ്ലിമായി. ഒരിക്കൽ ഹസ്രത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരനെ വധിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ അമീർ മുഅ്മിനീൻ, അള്ളാഹു എന്റെ കൈകളാൽ സെയ്ദിന് അന്തസ്സ് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകളാൽ എന്നെ നിന്ദനാക്കിയതുമില്ല. അതായത് അദ്ദേഹം ഷഹാദത്തിന്റെ മരണമാണ് വരിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളാൽ ഞാൻ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ നിന്ദ്യമായ മരണമാണ് ഞാൻ വരിക്കുമായിരുന്നത്. ഇപ്പോൾ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ മകൻ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമറും യമാമ യുദ്ധത്തിൽ ഭാഗവാക്കായിരുന്നു. അദ്ദേഹം തിരിച്ച് മദീനയിൽ വന്നപ്പോൾ ഹസ്രത്ത് ഉമർ തന്റെ ഷഹീദായ സഹോദരനെ പറ്റിയുള്ള ദുഃഖനിമിത്തം മകനോട് പറഞ്ഞു, നിന്റെ എളാപ്പ ഷഹീദായിരിക്കെ നീ എങ്ങനെയാണ് തിരിച്ചു വന്നത്? നീ എന്തിനാണ്
എനിക്ക് നിന്റെ മുഖം കാണിക്കുന്നത്? സെയ്ദിന്റെ മരണവാർത്ത ഉമറിന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെയ്ദ് നന്മയിൽ എന്നെ മുൻകടന്നിരിക്കുന്നു. ഈ പരാമർശം നേർച്ചയും ഒരു തവണ പറഞ്ഞതാണ്. അദ്ദേഹം എന്നെക്കാളും മുന്നേ ഇസ്ലാം സ്വീകരിക്കുകയും എനിക്ക് മുമ്പേ ഷഹീദാവുകയും ചെയ്തിരിക്കുന്നു. മാലിക് ബിൻ നുവൈറയെ ഹദ്രത്ത് ഖാലിദ് വധിച്ചപ്പോൾ അയാളുടെ സഹോദരൻ മുത്തമിം ബിൻ നുവൈറ തന്റെ സഹോദരൻ മാലിക്കിന്റെ വധത്തെ സംബന്ധിച്ച് കവിത ചൊല്ലുകയുണ്ടായി. അദ്ദേഹത്തിന് സഹോദരനോട് വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹം അധിക സമയവും സഹോദരന്റെ വേർപാടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയും കവിത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഹസ്രത്ത് ഉമറിനെ അദ്ദേഹം കാണാൻ വന്നു. അദ്ദേഹം സഹോദരനെ പറ്റിയുള്ള ശോകഗീതം ഹസ്രത്ത് ഉമറിനെ കേൾപ്പിച്ചപ്പോൾ ഹസ്രത്ത് ഉമർ പറഞ്ഞു, എനിക്കും കവിത ഉണ്ടാക്കാൻ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ സഹോദരനെ സെയ്ദിനെ കുറിച്ച് കവിത ചൊല്ലുമായിരുന്നു. അപ്പോൾ മുത്തമീം പറഞ്ഞു, എൻ്റെ സഹോദരന്റെ മരണം താങ്കളുടെ സഹോദരന്റെ മരണത്തെ പോലെ ആയിരുന്നുവെങ്കിൽ, അതായത് ഷഹാദത്തിന്റെ മരണമായിരുന്നുവെങ്കിൽ, ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരനെ കുറിച്ച് സങ്കടപ്പെടുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സഹോദരനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെ മനോഹരമായി മറ്റാരും തന്നെ അനുശോചിച്ചിട്ടില്ല. ഹദ്രത്ത് ഉമർ ഇങ്ങനെ പറയുമായിരുന്നു, മന്ദമാരുതൻ ചലിക്കുമ്പോൾ സെയ്ദിന്റെ ഓർമ്മകൾ പുതുപുത്തനായി വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസൈലിമ കസ്സാബ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നിൽക്കുകയും നിഷേധികളുടെ യുദ്ധകേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹദ്രത്ത് ഖാലിദ് ഇപ്രകാരം അവലോകനം നടത്തി, അതായത് മുസ്ലിം വധിക്കപ്പെടാതെ യുദ്ധം അവസാനിക്കുന്നതല്ല. കാരണം ബനു ഹനീഫയിലെ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ അവരത് ഗൗനിക്കുന്നില്ല. അതായത് മുസൈലിമയുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഖാലിദ് ഒറ്റയ്ക്ക് അവർക്ക് മുന്നിലേക്ക് വരികയും ഓരോരുത്തരെയായി യുദ്ധത്തിന് വിളിക്കുകയും ചെയ്തു. തന്റെ അടയാളത്തെക്കുറിച്ച് മുദ്രാവാക്യം വിളിച്ചു. മുസ്ലിങ്ങളുടെ അടയാളം യാ മുഹമ്മദൻ എന്നായിരുന്നു. ചുരുക്കത്തിൽ എതിർക്കാൻ ആര് വന്നാലും ഖാലിദ് അയാളെ വധിക്കുമായിരുന്നു. പിന്നെ മുസ്ലിങ്ങൾ വളരെ ആവേശത്തോടെ യുദ്ധം ചെയ്തു. ഹദ്രത്ത് ഖാലിദ് മുസൈലിമയെ പോരിന് വിളിച്ചു. അത് അയാൾ സ്വീകരിച്ചു. ഹദ്രത്ത് ഖാലിദ് അയാളുടെ ആഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ അയാൾക്ക് മുന്നിൽ സമർപ്പിച്ചു. തുടർന്ന് ഹദ്രത്ത് ഖാലിദ് അയാൾ ആക്രമിച്ചപ്പോൾ അയാൾ ഓടിപ്പോയി. അയാളുടെ കൂട്ടുകാരും ഓടിപ്പോയി. അപ്പോൾ ഹദ്രത്ത് ഖാലിദ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അതായത് മുസ്ലിങ്ങളോട് പറഞ്ഞു, ഓർക്കുക, ഇപ്പോൾ ബുദ്ധിമോശം കാണിക്കരുത്, മുന്നോട്ട് ഗമിക്കുവിൻ, ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അത് കേട്ടപ്പോൾ മുസ്ലിങ്ങൾ അവർക്കുമേൽ കയറി. സഹാബാക്കൾ ഈ യുദ്ധത്തിൽ അങ്ങേയറ്റത്തെ ക്ഷമയും സ്ഥൈര്യവും പ്രകടിപ്പിച്ചു. അതിനു തത്തുല്യമായത് കാണാൻ സാധ്യമല്ല. ശത്രുക്കൾക്കിടയിലേക്ക് തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ അള്ളാഹു ശത്രുക്കൾക്കെതിരിൽ വിജയം നൽകി. നിഷേധികൾ പുറംതിരിഞ്ഞോടി. മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു വധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അവരുടെ കഴുത്തുകളിൽ വാളുകൾ പതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരൊരു തോട്ടത്തിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കി. ബനു ഹനീഫയുടെ ഒരു നേതാവ് മുഹക്കം ബിൻ തുഫൈൽ ഓടിപ്പോകുന്ന ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഈ തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കുവിൻ. ഇത് വലിയ തോട്ടമായിരുന്നു. അതിന് 4 ഭാഗത്തും ചുറ്റുമതിലുണ്ടായിരുന്നു. മുഹക്കം ബിൻ തുഫൈൽ ബനു ഹനീഫയെ പിന്തുടരുന്ന മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ തുടങ്ങി. ഈ തോട്ടം രണാങ്കണത്തിനടുത്ത് തന്നെയായിരുന്നു. മുസൈലിമയുടെ ഉടമസ്ഥതയിലുമായിരുന്നു. ഈ തോട്ടം ഹദീഖത്തു റഹ്മാൻ എന്നാണ് പറയപ്പെട്ടിരുന്നത്. മുസൈലിമയെ റഹ്മാനുൽ യമാമ എന്ന് പറയുന്നത് പോലെ. എന്നാൽ ഈ യുദ്ധത്തിനിടയിൽ ഈ തോട്ടത്തിൽ നിരവധി ശത്രുക്കൾ മരണപ്പെട്ടത് കാരണം ഈ തോട്ടം ഹദീഖത്തുൽ മൗത്ത്, അതായത് മരണത്തിന്റെ തോട്ടം എന്നും അറിയപ്പെടാൻ തുടങ്ങി. മുസൈലിമ കസ്സാബും തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ തോട്ടത്തിലേക്ക് പോയി. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ ബനു ഹനീഫയുടെ ഒരു നേതാവായ മുഹക്കം പ്രഭാഷണം നടത്തുന്നത് കാണാനിടയായി. അദ്ദേഹം അയാളുടെ നേർക്ക് അമ്പെയ്ത് കൊലപ്പെടുത്തി. ബനു ഹനീഫ തോട്ടത്തിന്റെ കവാടങ്ങൾ അടച്ചു.
സഹാബാക്കൾ 4 ഭാഗത്തു നിന്നും തോട്ടത്തെ വളഞ്ഞു. മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വഴി അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ അത് കോട്ട പോലെയുള്ള ഒരു തോട്ടമായിരുന്നു. അന്വേഷണം നടത്തിയെങ്കിലും അകത്തേക്ക് കടക്കാനുള്ള ഒരു സ്ഥലവും കണ്ടില്ല. അവസാനം ഹസ്രത്ത് ബറാ ബിൻ മാലിക്, ഇദ്ദേഹം ഹസ്രത്ത് അനസ് ബിൻ മാലിക്കിന്റെ സഹോദരനായിരുന്നു. ഉഹദ്, ഖന്തക് യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. വളരെ ധീരനുമായിരുന്നു. മുസ്ലിങ്ങളെ, ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ എടുത്ത് തോട്ടത്തിലേക്ക് ഇടുക, ഞാൻ അകത്തു പോയി കവാടം തുറക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് ഇഷ്ടമായില്ല. അതായത് അവരുടെ ഒരു ഉന്നതനായ സുഹൃത്ത് ആയിരക്കണക്കിന് ശത്രുക്കൾക്കിടയിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവർക്ക് സമ്മതമല്ലായിരുന്നു. അവർ അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചു. എന്നാൽ ഹസ്രത്ത് ബറാ ബിൻ മാലിക് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണേ, നിങ്ങൾ എന്നെ തോട്ടത്തിൽ കവാടത്തിനടുത്തേക്ക് ഇടുക. അവസാനം നിർബന്ധിതരായ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ മതിലിന് മുകളിലേക്ക് കയറ്റി. മതിലിന് മുകളിൽ കയറി ഹസ്രത്ത് ബറാ ബിൻ മാലിക് ശത്രുക്കളുടെ എണ്ണം കണ്ടപ്പോൾ ഒരു നിമിഷം നിന്നുപോയി. എന്നാൽ തുടർന്ന് അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് തോട്ടത്തിന്റെ വാതിലിന്റെ മുന്നിലേക്ക് കുതിച്ചു ചാടി. ശത്രുക്കളെ നേരിടുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കവാടത്തിനടുത്തേക്ക് നീങ്ങുകയും ചെയ്തു. അവസാനം കവാടത്തിനടുത്ത് എത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. തോട്ടത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. പുറത്ത് മുസ്ലിങ്ങളും വാതിൽ തുറക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. വാതിൽ തുറന്നതും അവർ തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ശത്രുക്കളെ വധിക്കാൻ തുടങ്ങി. അവർ തോട്ടത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല. അതിന്റെ പരിണിതിയായി ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടു. മറ്റു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ബറാ ബിൻ മാലിക് മാത്രമല്ല, വേറെയും നിരവധി മുസ്ലിങ്ങൾ മതിൽ ചാടിക്കടന്ന് കവാടത്തിനടുത്തേക്ക് കുതിച്ചു. മുസ്ലിങ്ങൾ മുർത്തദീങ്ങളെ കൊല ചെയ്തുകൊണ്ട് മുസൈലിമ കസാബിന്റെ അടുത്ത് വരെ എത്തി. അയാൾ ഒരു മതിലിന്റെ വിള്ളലിനുള്ളിൽ നിൽക്കുകയായിരുന്നു. അയാൾ കാക്കി കളർ ഒട്ടകം പോലെ ഉണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി മതിലിന് മുകളിൽ കയറാൻ ആഗ്രഹിക്കുകയായിരുന്നു. കോപം കാരണം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലുമായിരുന്നു. വഹ്ശി ബിൻ ഹറബ്, ഇദ്ദേഹമാണ് ഉഹദ് യുദ്ധത്തിൽ ഹസ്രത്ത് ഹംസയെ ഷഹീദാക്കിയത്. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം ഹസ്രത്ത് ഹംസയെ ഷഹീദാക്കി അതേ കുന്തം മുസൈലിമയുടെ നേർക്കെറിഞ്ഞു. ഒന്നയാൾക്ക് മേൽ തറച്ചു, മറ്റൊന്ന് അടുത്തുകൂടെ കടന്നുപോയി. തുടർന്ന് ഉടൻ തന്നെ അബൂ ദുജാന സമാക് ബിൻ ഖർഷ അയാളുടെ നേരെ കുതിച്ചു. അയാൾക്ക് മേൽ വാൾ പ്രയോഗം നടത്തുകയും ചെയ്തു. അയാൾ ഭൂമിയിലേക്ക് പതിച്ചു. കോട്ടയിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സുന്ദരികളുടെ നേതാവിനെ ഒരു നീഗ്രോ അടിമ കൊന്നിരിക്കുന്നു. ആരാണ് മുസൈലിമയെ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടതെന്നതിനെ കുറിച്ച് ബിലാദരി പറയുന്നു. ബനു ആമിർ ഗോത്രക്കാർ പറയുന്നത് അവരുടെ ഗോത്രത്തിലെ ഒരാളായ ഖദാഷ് ബിൻ ബഷീർ അയാളെ കൊന്നു എന്നാണ്. മറ്റു നിവേദനത്തിൽ അൻസാറിലെ ഖദ്റജ് ഗോത്രത്തിലെ അബ്ദുല്ല ബിൻ സെയ്ദ് കൊന്നു എന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു ഹസ്രത്ത് അബൂ ദുജാനയാണ് വധിച്ചത് എന്ന്. മുആവിയ ബിൻ അബൂ സുഫിയാൻ പറയുന്നു അദ്ദേഹമാണ് അയാളെ വധിച്ചത്. മറ്റു ചിലരുടെ വീക്ഷണപ്രകാരം ഇവരെല്ലാവരും അയാളെ വധിക്കുന്നതിൽ ഭാഗവാക്കായിട്ടുണ്ടാകാം. തിബിരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മുസൈലിമയും ഒരു അൻസാരിയും ഒരു നീഗ്രവും ചേർന്ന് സംയുക്തമായിട്ടാണ് കൊല ചെയ്തത് എന്നാണ്. വഹ്ശി ബിൻ ഹറബ് മുസൈലിമയെ വധിച്ച സംഭവത്തെക്കുറിച്ച് സ്വയം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഉഹദ് യുദ്ധത്തിൽ ഹദ്രത്ത് ഹംസയെ ഷഹീദാക്കിയതിനു ശേഷം ജനങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞാനും അവരോടൊപ്പം തിരിച്ചു വരികയും മക്കയിൽ താമസിക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ത് ആക്കുകയുണ്ടായി. അവിടെ ഇസ്ലാം വരുന്നപ്പോൾ ഞാൻ തായിഫിലേക്ക് ഓടിപ്പോയി. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സന്ദേശവാഹകനെ അയച്ചു. എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശവാഹകരിൽ നിന്ന് മുഖം തിരിക്കാറില്ല. അദ്ദേഹം പറയുന്നു, ഞാനും അവരോടൊപ്പം പുറപ്പെട്ടു, അതായത് വഹ്ശി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വഹ്ശിയാണോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരിക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഹംസയെ വധിച്ചതെന്ന് എനിക്ക് വിശദീകരിച്ചു തരിക. അപ്പോൾ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഞാൻ സംസാരം നിർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മുന്നിൽ വരാതിരിക്കാൻ കഴിയില്ലേ? വഹ്ശി പറയുന്നു, ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി.
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും മുസൈലിമ കസ്സാബ് കലാപം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും മുസൈലിമയ്ക്കെതിരെയും നീങ്ങുന്നതാണ്. അയാളെ വധിക്കുകയും ചെയ്യും. അത് മുഖേന ഹദ്റത്ത് ഹംസയെ വധിച്ചതിന്റെ പ്രായശ്ചിത്തം ചെയ്യുന്നതാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു, ഞാനും ജനങ്ങളോടൊപ്പം ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. പിന്നെ അയാളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു. പറയുന്നു, ഞാൻ കണ്ടത് ഒരാളെ ഭിത്തിയുടെ വിടവിൽ നിൽക്കുന്നതാണ്. ഒരു ഗോതമ്പ് നിറമുള്ള ഒട്ടകത്തെ പോലെ തോന്നിയിരുന്നു. അയാളുടെ തലമുടി ചിതറിയിരുന്നു. ഞാൻ അയാളെ കുന്തം കൊണ്ട് കുത്തി. അയാളുടെ നെഞ്ചിനകത്തേക്കാണ് കുത്തിയത്. അത് അയാളുടെ 2 തോളുകൾക്കുമിടയിലൂടെ കടന്നുപോയി. ഏതായിരുന്നാലും അദ്ദേഹം പറയുന്നു, അതിനുശേഷം അൻസാറിലെ ഒരു വ്യക്തി അയാളുടെ അടുത്തേക്ക് കുതിച്ചു. അയാളുടെ തലയിലേക്ക് വാളുകൊണ്ട് വെട്ടി. നിവേദകൻ സൽമാൻ ബിൻ യസാർ ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ ഉമറിൽ നിന്ന് കേട്ടതായി പറയുന്നു, മുസൈലിമ വധിക്കപ്പെട്ടപ്പോൾ ഒരു പെൺകുട്ടി വീടിന്റെ മുട്ടുപ്പാവിൽ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അമീർ മുഅ്മിനീൻ, അതായത് മുസൈലിമയെ നീഗ്രോ അടിമയാണ് കൊന്നത്. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. വേഷി പറയുന്നു, അള്ളാഹുവിനറിയാം, ഞങ്ങൾ 2 പേർ, അതായത് അൻസാരി സഹാബിയും ഹദരത്ത് വേഷിയും ആരാണ് മുസൈലിമയെ കൊന്നത് എന്ന്. എന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ് അയാളെ കൊന്നത് എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉത്തമനായ വ്യക്തിയെ, അതായത് ഹദ്റത്ത് ഹംസയെ വധിച്ചതും ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഏറ്റവും മോശം വ്യക്തിയെ വധിച്ചതും ഞാൻ തന്നെയാണ്. സഹീഹ് ബുഖാരിയുള്ള നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ മുന്നിൽ വരാതിരിക്കാൻ സാധ്യമാണോ? ഇതിന്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുല്ലാ ഷാ സാഹിബ് എഴുതുന്നു, വഹ്ശിയിലുണ്ടായ മാറ്റം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്കുള്ള തെളിവാകുന്നു. എങ്ങനെയെങ്കിലും തന്റെ തെറ്റുള്ള പ്രായശ്ചിത്തം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ യമാമയുടെ ഭയാനകമായ യുദ്ധത്തിൽ തന്റെ ഈ ഇംഗിതവും നേർച്ചയും പൂർത്തിയാക്കി സംതൃപ്തനായി. നിവേദകൻ എഴുതുന്നു, അതായത് ഷാ സാഹിബ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ, ഹൽ തസ്തതിഉ അൻ തഗീബ വജ്ഹക അന്നി, നിനക്ക് എന്റെ മുന്നിൽ വരാതിരിക്കാൻ സാധ്യമാണോ എന്ന വാക്കുകൾ വളരെ ഉന്നതമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. വേശ്യയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചത് നിനക്ക് സാധ്യമാണെങ്കിൽ എന്റെ മുന്നിൽ വരരുത് എന്നാണ്. ഈ ആശയപ്രകടനം കൽപ്പനീതിയിലുള്ളതായിരുന്നില്ല, മറിച്ച് അപേക്ഷയുടെ രൂപത്തിലായിരുന്നു. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദ്റത്ത് ഹംസയോടുണ്ടായിരുന്ന സ്നേഹവും ആദരവും പ്രകടമാണ്. ഒരു പ്രതികാര സ്വഭാവമുള്ള ആൾക്ക് പ്രതികാരം ചെയ്തുകൊണ്ട് മനസ്സിന് സന്തോഷം നൽകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കുകയും തന്റെ മുന്നിൽ വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഹംസയുടെ വേദനാജനകമായ ഷഹാദത്തിന്റെ ഓർമ്മകൾ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിച്ചത്. ഇതേ യമാമ യുദ്ധത്തിന്റെ വിശദീകരണം മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കാണാം. അതിൽ മുസ്ലിങ്ങളുടെ ധൈര്യത്തെയും ആർജവത്തെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നു, 2 കൂട്ടർക്കുമിടയിൽ ശക്തമായ യുദ്ധമുണ്ടായി. എത്രത്തോളം എന്നാൽ 2 വിഭാഗക്കാരുടെയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യം മാലിക് ബിൻ ഉവൈസ് ആണ് ഷഹീദായത്. മുസ്ലിങ്ങളിൽ നിരവധി ഖുർആൻ ഹാഫിസുമാരും ഷഹീദായി. 2 സൈന്യങ്ങൾക്കിടയിൽ ശക്തമായ പോരാട്ടം നടന്നു. മുസ്ലിങ്ങൾ മുസൈലിമയുടെ സൈന്യത്തിലും മുസൈലിമയുടെ സൈന്യം മുസ്ലിങ്ങളുടെ സൈന്യത്തിലും ഇടകലരുകയുണ്ടായി. മുസ്ലിങ്ങൾ പിന്മാറുമ്പോൾ അവർ മുന്നോട്ട് വരികയും അവർ മുജാഹ വരെ എത്താൻ ശ്രമിക്കുകയും ചെയ്തു. സാലിം മൗല അബൂ ഹുസൈഫ തന്റെ പകുതി കണങ്കാൽ വരെ കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കയ്യിൽ മുഹാജിരീങ്ങളുടെ പതാകയാണ് വഹിച്ചിരുന്നത്. സാബിത്തും അതേ രീതിയിൽ തനിക്ക് വേണ്ടിയും കുഴിയെടുത്തിരുന്നു. പിന്നെ അവർ 2 പേരും തങ്ങളുടെ കൊടികൾ ചേർത്ത് പിടിച്ചു. ജനങ്ങൾ 4 ഭാഗത്തേക്കും ചിതറിയോടി. എന്നാൽ ഇവർ കുഴിയെടുത്ത് അതിൽ സ്വയം നിൽക്കുകയായിരുന്നു. കൊടികൾ തങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. സാലിമും സാബിത്തും തങ്ങളുടെ കൊടികളുമായി ഉറച്ചു നിന്നു. അങ്ങനെ സാലിം ഷഹീദായി. അബൂ ഹുസൈഫയും ഷഹീദായി. അബൂ ഹുസൈഫയുടെ ശിരസ് സാലിമിന്റെ കാൽ കീഴിലായിരുന്നു. സാലിമിന്റെ ശിരസ് അബൂ ഹുസൈഫയുടെ കാൽ കീഴിലുമായിരുന്നു. സാലിം ഷഹീദായപ്പോൾ പതാക കുറച്ചു സമയം അങ്ങനെ തന്നെ നിലത്ത് കടന്നു. പിന്നീട് ബദരി സഹാബിയായ
യസീദ് ബിൻ ഖൈസ് മുന്നോട്ട് വന്ന പതാക ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹവും ഷഹീദായി. ശേഷം ഹക്കം ബിൻ സയ്യിദ് ബിൻ ആസ് പതാക ഏറ്റെടുത്തു. അതിന്റെ സംരക്ഷണത്തിന് പകൽ മുഴുവൻ യുദ്ധം ചെയ്തു. തുടർന്ന് അദ്ദേഹവും ഷഹീദായി. വഹശി പറയുന്നു, ശക്തമായ പോരാട്ടമാണ് നടന്നത്. 3 തവണ മുസ്ലിങ്ങളുടെ കാലുകൾ കിടക്കം സംഭവിച്ചു. 4-ാമത്തെ തവണ മുസ്ലിങ്ങൾ തിരിച്ചു യുദ്ധം ചെയ്തു. അവരുടെ പാദങ്ങൾ ഉറച്ചു നിന്നു. അവർ വാളുകൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി. ബനു ഹനീഫയുടെയും അവരുടെയും വാളുകൾ പരസ്പരം കൂട്ടിമുട്ടാൻ തുടങ്ങി. അതിൽ നിന്ന് തീപ്പിണറുകൾ പറന്നു തുടങ്ങി. അവയുടെ ശബ്ദം മുഖരിതമായി. അള്ളാഹു ഞങ്ങൾക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. ബനു ഹനീഫയെ അള്ളാഹു പരാജയപ്പെടുത്തി. അള്ളാഹു മുസൈലിമയെ കൊല്ലുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ആ ദിവസം എന്റെ വാൾ നല്ല പോലെ ഉപയോഗിച്ചു. എത്രത്തോളം എന്നാൽ കയ്യിലുണ്ടായിരുന്ന വാളിന്റെ കൈപ്പിടിയിൽ രക്തം നിറഞ്ഞു. ഹസ്രത്ത് ഇബ്നു ഉമർ പറയുന്നു, ഞാൻ ഹസ്രത്ത് അമ്മാർ ഒരു കുന്നിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുന്നതായി കേട്ടു, മുസ്ലിങ്ങളുടെ സമൂഹമേ, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഓടിപ്പോവുകയാണോ? ഞാൻ അമ്മാർ ബിൻ യാസിർ ആകുന്നു, എന്റെ അടുത്തേക്ക് വരുവിൻ. നിവേദകൻ പറയുന്നു, അദ്ദേഹത്തിന്റെ കാത് മുറിഞ്ഞു തൂങ്ങുന്നതായി ഞാൻ കണ്ടിരുന്നു. അബു ഹൈസമ നജ്ജാരി പറയുന്നു, മുസ്ലിങ്ങൾ യമാമ യുദ്ധ ദിവസം ചിതറിപ്പിരിഞ്ഞപ്പോൾ ഞാൻ ഒരു ഭാഗത്തേക്ക് മാറി. എന്റെ മുന്നിൽ ഇപ്പോഴും ആ ദൃശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സമാക് ബിൻ ഖർഷ എന്നായിരുന്നു. അബൂ ദജാന എന്ന വിളിപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും ഭാഗവാക്കായിരുന്നു. ഓഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് ഇത് യഥാവിധി ഉപയോഗിക്കുക? അബൂ ദുജാന പറഞ്ഞു, ഞാനതിന് തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ വാൾ നൽകുകയുണ്ടായി. ചില വേദനകളിൽ പറയുന്നു, അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ കടമ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിങ്ങളെ വധിക്കരുത്, കാഫിര്യങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയും വരുത്. അതായത് ഹദ്രത്ത് അബൂ ദുജാന പതിവ് പോലെ ചുവന്ന തലപ്പാവ് കെട്ടി അഭിമാന വിജൃംഭിതനായി ധാർഷ്ട്യത്തോടെ സഫുകൾക്കിടയിലേക്ക് വന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നടത്തം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രശ്നവുമില്ല. യുദ്ധരംഗത്ത് വളരെ ചുറുചുറുക്കോടെ പൊരുതുകയും നിരവധി കാഫിര്യങ്ങളെ കൊല്ലുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണത്തിൽ നിരവധി പരിക്കുകളേൽക്കുകയും ചെയ്തു. പക്ഷേ രണാങ്കണത്തിൽ നിന്ന് പിന്മാറിയില്ല. യമാമ യുദ്ധത്തിന്റെ സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. ബനു ഹനീഫയുടെ സമൂഹം അബൂ ദുജാനയെ ആക്രമിച്ചു. മുൻകഴിഞ്ഞ സംഭവം തന്നെ വിവരിക്കുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന സംഭവം. ഇനി യമാമയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന് മേൽ ഒരു വിഭാഗം ആക്രമണം നടത്തിയപ്പോൾ അദ്ദേഹം തന്റെ മുന്നിലും ഇടതും വലതും വാൾ ചുഴറ്റിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു വ്യക്തിയെ ആക്രമിച്ചു. അയാളെ ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്തു. അദ്ദേഹം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വിഭാഗം അദ്ദേഹത്തിൽ നിന്ന് ദൂരേക്ക് പോയി, തിരിച്ചുപോയി. മുസ്ലിങ്ങൾ സമീപസ്ഥരായി. ബനു ഹനീഫ് പരാജയപ്പെട്ട് തോട്ടത്തിലേക്ക് ഓടിപ്പോയി. മുസ്ലിങ്ങൾ അവർക്ക് പിന്നാലെ കുതിച്ചു. അവരെ തോട്ടത്തിൽ ശരണം പ്രാപിക്കാൻ നിർബന്ധിച്ചു. അവർ കോട്ടത്തിന്റെ വാതിലുകൾ അടച്ചപ്പോൾ അബൂ ദുജാന പറഞ്ഞു, എന്നെ തൊട്ടിലാക്കി അകത്തേക്കിടുവിൻ. ഞാൻ അകത്തേക്ക് പോയി തോട്ടത്തിന്റെ വാതിൽ തുറക്കാം. മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. അദ്ദേഹം തോട്ടത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ ഓട്ടം നിങ്ങളെ ഞങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതല്ല. അദ്ദേഹം അവരുമായി ശക്തമായി യുദ്ധം ചെയ്തു. എത്രത്തോളം എന്നാൽ കവാടം തുറന്നു. നിവേദകൻ പറയുന്നു, ഞങ്ങൾ മറ്റൊരു നിവേദനം അനുസരിച്ച് ബറാ ബിൻ മാലിക്കിനെയാണ് തോട്ടത്തിലേക്ക് ഇട്ടത്. എന്നാൽ ആദ്യത്തെ നിവേദനമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതായത് ബറാ ബിൻ മാലിക്കിനെ സംബന്ധിച്ചുള്ള നിവേദനം. അതിന്റെ വിശദീകരണവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ്.
ഈ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ദുവാക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദികൾക്ക് വേണ്ടി പ്രത്യേകമായി ദുവാ ചെയ്യുക. അവസ്ഥകൾ പൊതുവിൽ അസ്വസ്ഥമാകുന്നത് തന്നെയാണ്. ഏതായാലും സംഭവിക്കുന്നു. പാകിസ്ഥാനിലെ അഹമ്മദികളുടെ ഭാഗത്തു നിന്നും ഇത്തരം അവസ്ഥയിൽ ശ്രദ്ധയുണ്ടാകാറുണ്ട്. എതിർപ്പ് വർദ്ധിച്ചു വരുന്നു. പഴയ കബറുകൾ മാന്താൻ പോലും അവർ പഠിക്കുന്നില്ല. വളരെ മോശമായ ജനങ്ങളാണ്. അള്ളാഹു തന്നെ അവരെ പിടികൂടട്ടെ. അതുപോലെ അൾജീരിയയിൽ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഇപ്പോൾ അവരും വളരെ പ്രയാസത്തിലാണ്. അഫ്ഗാനിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും മേലും തന്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഞാൻ ചില മർഹൂമിങ്ങളെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസയും നമസ്കരിക്കുന്നതാണ്. ഇതിലാദ്യത്തെ അനുസ്മരണം ജനാബ് നസീം മാദി സാബ് മുബല്ലിഗ് സിൽസിലയെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം 79-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹം 2 വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാര്യ വഫാത്തായിട്ടുണ്ടായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ അദ്ദേഹത്തിന് 2ാം ഭാര്യയും 2 ഭാര്യമാരിൽ നിന്നുമുള്ള 2 വീതം ആൺമക്കളും ഓരോരോ പെൺകുട്ടികളും ഉണ്ട്. 1976 അദ്ദേഹം ജാമിയ അഹമ്മദിയ റബുവിൽ നിന്ന് പാസ്സായത്. പിന്നെ ഇസ്ലാം ഇർഷാദ് മക്കാമി ഓഫീസിൽ സേവനം ചെയ്തു. 83-ൽ സ്വിറ്റ്സർലാൻഡിൽ മുബല്ലിഗായി അയക്കുകയുണ്ടായി. അവിടെ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 84-ൽ നായിബ് വക്കീൽ തബ്ഷീറായി സേവനനിരതനായി. ഏതാനും മാസം ആക്ടിംഗ് വക്കീൽ തബ്ഷീറായും സേവനം ചെയ്തിട്ടുണ്ട്. 84 ഡിസംബറിൽ ഇവിടെ ലണ്ടനിൽ വന്നു. ഇവിടെ ലണ്ടനിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയും സേവനം ചെയ്യുകയുണ്ടായി. പിന്നെ 85-ൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കാനഡയിലേക്ക് പുറപ്പെട്ടു. 85 മുതൽ 2008 വരെ മുബല്ലിഗായും തുടർന്ന് കാനഡ മുബല്ലിഗ് ഇൻചാർജായും സേവനം ചെയ്തിട്ടുണ്ട്. ഈ കാലത്ത് അദ്ദേഹം കാനഡയുടെ അമീറുമായിരുന്നു. 2008 മുതൽ 2016 വരെ അമേരിക്കയിൽ ഇൻചാർജ് മുബല്ലിഗായും സേവനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം രോഗിയായി. തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും സ്വിറ്റ്സർലാൻഡിലേക്ക് നിയമിച്ചു. എന്നാൽ അദ്ദേഹം എഴുതി, ഡോക്ടർമാർ എന്നോട് എൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം കൂടുതൽ ഭാരിച്ച ജോലികൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കാലപരിധിയില്ലാത്ത ലീവ് എടുത്തു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരവസ്ഥയാണെങ്കിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ആരോഗ്യവാനാകുമ്പോൾ പറയുക, ഇൻഷാ അല്ലാ താങ്കളുടെ സേവനം സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് രോഗം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ 1985-ൽ അദ്ദേഹം കാനഡയിലേക്ക് പോയി. 86-ൽ ബൈത്തുൽ ഇസ്ലാം മിഷൻ ഹൗസിന് വേണ്ടി 24 ഏക്കർ സ്ഥലം വാങ്ങിച്ചിരുന്നു. പിന്നെ അതിനെ അവിടെ ജനവാസമുള്ളതാക്കി. അദ്ദേഹത്തിന്റെ കാലത്ത് നിരവധി അഹമ്മദികൾ കാനഡയിൽ വന്ന് താമസമാക്കി. അദ്ദേഹം അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ചന്തയുടെയും തജ്നീദിന്റെയും സിസ്റ്റം അദ്ദേഹം കമ്പ്യൂട്ടറൈസ്ഡാക്കി. ഓറന്റയിലും കാൽഗിരിയിലും 2 വലിയ മസ്ജിദുകൾ സ്ഥാപിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ വാൻകൂവറിലുള്ള മസ്ജിദും ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. ഏതായാലും ഈ 2 വലിയ പള്ളികളുണ്ട്. 2003-ൽ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാനഡയിലെ ജാമിയ അഹമ്മദിയ തുടങ്ങിയത്. MTA നോർത്ത് അമേരിക്ക സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ സേവനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ അമത്തുൻ നസീർ സാഹിബ എഴുതുന്നു, നസീം മഹദി സാഹിബുമായുള്ള 26 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ കണ്ടത് എല്ലാ ദുഃഖത്തിലും വേദനയിലും നല്ലൊരു സുഹൃത്തായി അദ്ദേഹം അനുഭവപ്പെട്ടു.
സ്നേഹവും ആദരവുമുള്ള ഭർത്താവായിരുന്നു. വാത്സല്യമുള്ള പിതാവും ത്യാഗമനസ്കനായ സഹോദരനുമായിരുന്നു. മനുഷ്യത്വത്തോട് അനുകമ്പയുള്ള ആളുമായിരുന്നു. ഖിലാഫത്തിനെ ഏറെ ആദരിക്കുമായിരുന്നു. അള്ളാഹുവിൽ പരിപൂർണമായും ഭരമേൽപ്പിക്കുന്ന വളരെ നല്ല മനുഷ്യനായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, ജനങ്ങളെ നിസ്വാർത്ഥമായി സേവിച്ചിരുന്നു. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ജമാഅത്തിനെതിരിൽ ഒരു സംസാരവും കേൾക്കുമായിരുന്നില്ല. ആർക്കും അദ്ദേഹത്തിന് മുന്നിൽ അങ്ങനെ പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. വളരെ നല്ല ആതിഥേയനുമായിരുന്നു. സലാത്ത് ചൊല്ലുന്നതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. അവർ പറയുന്നു, അദ്ദേഹം ഉംറയ്ക്ക് പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കൾ എന്ത് ദുആയാണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ സലാത്ത് മാത്രമേ ഉരുവിട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മകൾ സാദിയ മഹദി പറയുന്നു, എൻ്റെ പിതാവ് വളരെയേറെ ദുആ ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ദുആക്ക് വേണ്ടി പറഞ്ഞാൽ എന്നോട് സ്വലാത്ത് ചെല്ലാൻ പറയുമായിരുന്നു. എന്ത് പ്രശ്നത്തിന് ദുആക്ക് വേണ്ടി പറഞ്ഞാലും എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എപ്പോഴും സ്വലാത്ത് ചൊല്ലാനാണല്ലോ പറയുന്നത്? അപ്പോൾ പറയുന്നു, സ്വലാത്ത് ചൊല്ലുക, ഇതാണ് ഏറ്റവും വലിയ ദുആ. ഇത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ ദുആയും സ്വീകരിക്കപ്പെടുന്നതാണ്. അസ്മാ ഷരീഫ് സാഹിബ് പറയുന്നു, മഹദി സാഹിബ് എൻ്റെ സഹോദരി ഭർത്താവായിരുന്നു. 22 വർഷമായി ഞാൻ അദ്ദേഹത്തെ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. വളരെ വാത്സല്യമുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. സ്നേഹപൂർവ്വം പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു. കാലത്തിന്റെ ഖലീഫയുമായി സീമാതീതമായ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി പറയുന്നു, അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ മുബലിഗായിരുന്നപ്പോൾ ഒരു സ്വിസ് പെൺകുട്ടി അഹമ്മദിയായി. അവർ റബുവ ജൽസസാലയിൽ വന്നിരുന്നു. റബുവിൽ ഞങ്ങളുടെ വീട്ടിലും വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നസീമാദി സാഹിബിന് ഉമ്മയെ കാണണം. അവർ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയധികം ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ മാതാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വളരെ ചെറിയ കാലത്തിനുള്ളിൽ നിരവധി ഭാഷകളിൽ പ്രാവീണ്യം നേടി. ഒരു സങ്കോചവും കൂടാതെ തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. വളരെ ഒഴുക്കോടെ ഏത് വിഷയവും സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ പറയുന്നു, ഞങ്ങളെവിടെ എപ്പോഴും സലാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് മുഖേന ദുആയുടെ സ്വീകാര്യത ഉണ്ടാകുന്നതിനെ കുറിച്ചും പറയുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ എയർപോർട്ടിൽ ലൈനിൽ നിൽക്കുകയായിരുന്നു. പാസ്പോർട്ടിന്റെ കാലാവധി തീർന്നത് എനിക്ക് ഓർമ്മ വന്നു. ഉടൻ തന്നെ ഞാൻ സലാത്ത് ചെല്ലാൻ തുടങ്ങി. ലൈനിൽ തന്നെ നിൽക്കുകയും ചെയ്തു. കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആൾ പാസ്പോർട്ട് നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് അനുമതി ലഭിച്ചു. അദ്ദേഹത്തിന്റെ ജമാതാവ് എഴുതുന്നു, എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കി തരുമായിരുന്നു. ഫജർ നമസ്കാരത്തിന് ശേഷം എന്റെ കൂടെ ഇരിക്കുകയും വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്തോ സംഭവമോ കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ തഫ്സീർ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായി അദ്ദേഹം ഞങ്ങൾക്ക് ശിക്ഷ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ നവാൽ മഹദി പറയുന്നു, ഞാൻ എപ്പോഴും അദ്ദേഹം വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കുന്നതിൽ തൽപരനായിട്ടാണ് കണ്ടത്. ഖുർആന്റെ സത്യസന്ധനായ പ്രേമിയായിരുന്നു. ഞങ്ങളോടും വളരെ ശ്രദ്ധാപൂർവം പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും വിവക്ഷയും മനസ്സിലാക്കാനും അതിൽ ശ്രമിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെയായാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശക്തിപ്രഭാവങ്ങൾ കാണാം. മാത്രമല്ല ഖുർആൻ പാരായണത്തിന് ആനന്ദം ലഭിക്കാനും തുടങ്ങും എന്നും പറയുമായിരുന്നു. അവർ പറയുന്നു, അദ്ദേഹം കൃത്യമായി താജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. നിൽക്കുന്നതും റുക്കുവും സുജൂദും വളരെ നീണ്ടതായിരുന്നു. ഒരുപാട് സമയവും അദ്ദേഹം നമസ്കാരത്തിൽ ചെലവഴിക്കുമായിരുന്നു. റമദാൻ മാസത്തിൽ ഖുർആൻ ദർസ് കൊടുക്കാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്യുമായിരുന്നു. വളരെ അധ്വാനിച്ച് ദർസ് തയ്യാറാക്കുമായിരുന്നു. ഇത് ജനങ്ങളും എഴുതിയിട്ടുണ്ട്.
വിശുദ്ധ ഖുർആന്റെ പ്രയാസമുള്ള വാക്കുകളുടെ അർത്ഥവും വിവക്ഷയും വിവരിച്ചു തന്നിരുന്നു. അത്തരം വാക്കുകളുമായി ബന്ധമുള്ള വാക്കുകൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി പരാമർശിക്കുമായിരുന്നു. കനഡ ജമാഅത്തിന്റെ അമീർ ലാൽ ഖാൻ സാഹിബ് പറയുന്നു, കനഡയുടെ മുൻ അമീറും മിഷണറി ഇൻചാർജുമായിരുന്ന ഇദ്ദേഹത്തോടൊപ്പം 1987 മുതൽ ഒരു നീണ്ട കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ഒരുപാട് സൽഗുണങ്ങളാൽ അനുഗ്രഹിച്ചിരുന്നു. ജമാഅത്തിന്റെ സേവനത്തിൽ അതെല്ലാം ഉപയോഗപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സവിശേഷതയാണ്. സൗഹൃദമുണ്ടാക്കാനും അത് നിലനിർത്താനും ആ ബന്ധങ്ങളെ ജമാഅത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി. കനേഡിയൻ സൊസൈറ്റിയുടെ വിവിധ വിഭാഗങ്ങളുടെ സഹായത്താൽ അദ്ദേഹം അവരുമായി വ്യക്തിപരമായ ബന്ധമുണ്ടാക്കുകയും അവർക്ക് ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാഷാ അല്ലാഹ്, അക്കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക പ്രാവീണ്യമായിരുന്നു. ആരുമായി ബന്ധമുണ്ടാക്കിയാലും വളരെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. മറ്റുള്ളവരും ആ ബന്ധം നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിൽ ഇത്തരത്തിൽ നിരവധി അന്യരായ ആളുകളും അനുശോചിക്കുകയുണ്ടായി. ലാൽ ഖാൻ സാഹിബ് പറയുന്നു, പാകിസ്ഥാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്കും കുടുംബങ്ങൾക്കും മാർഗദർശനവും സഹായവും നൽകാനുള്ള തൗഫീക്കും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. മജ്ലിസ് ആമിനയുമായുള്ള മെമ്പർമാരുമായി അദ്ദേഹത്തിന് സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇമാരത്തിൽ ഏകദേശം 20 വർഷം സേവനം ചെയ്യാൻ എനിക്ക് തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ അദ്ദേഹം ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലാണ് തോന്നാൻ ഇടവരുത്തിയിട്ടില്ല. മറിച്ച് ഞാനുമായി സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ അസ്ഫന്ത് ദാവൂദ് സാഹിബ് പറയുന്നു, നസീമാദി സാഹിബിന് ഓർഡർ ഓഫ് ഓറിയന്റയുടെ ബഹുമതി 2009 കിട്ടി. അത് ആ സംസ്ഥാനത്തിൽ ഒരു പൗരന് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ്. ഈ അവാർഡ് ഏതെങ്കിലും രംഗത്ത് വിജയത്തിനും ഉയർന്ന സേവനത്തിനുമാണ് നൽകപ്പെടുന്നത്. പറയുന്നു, അദ്ദേഹം അമേരിക്കയിലേക്ക് മാറിയപ്പോൾ ഒരിക്കൽ ജൽസസാലനയിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ എത്രമാത്രം ജനങ്ങളെ സേവിക്കാൻ കഴിയുമോ അത് ചെയ്യുക. ജമാഅത്തിലെ ഏത് വ്യക്തിയും എപ്പോഴും താങ്കളുടെ അടുക്കൽ വന്നാലും അദ്ദേഹത്തെ സഹായിക്കുക. ഒരിക്കലും ആട്ടിവിടരുത്. എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുക. ചിലപ്പോൾ ആളുകൾക്ക് ശരിയായി പറയാൻ കഴിയണമെന്നില്ല. അവരുടെ കാര്യങ്ങൾ രഹസ്യമായി മനസ്സിലാക്കി അവർക്ക് സേവനം ചെയ്യുക. പറയുന്നു, ഞാൻ എപ്പോഴും അദ്ദേഹം ആവശ്യക്കാരെ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആവശ്യക്കാർക്ക് ഒരിക്കലും ലജ്ജ ഉണ്ടാകാൻ ഇടവരുത്താതെ രഹസ്യമായിട്ടാണ് സഹായിച്ചിരുന്നത്. മുറബി സിൽസില ഷുക്കൂർ സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം എൻ്റെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജാമ്യയിൽ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഒരിക്കൽ അസ്ർ നമസ്കാര സമയത്ത് ഞാൻ ചെരുപ്പിട്ട് പള്ളിയിലേക്ക് പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, വഖഫ് ചെയ്ത ആളുകൾ എല്ലാ കാര്യത്തിനും സജ്ജരായിട്ട് മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാവൂ. എപ്പോൾ എന്ത് കൽപ്പന കിട്ടിയാലും നിങ്ങളത് ഉടൻ തന്നെ ചെയ്യാൻ തയ്യാറായിരിക്കണം. വീട്ടിൽ പോയി തയ്യാറായി വരാമെന്ന് പറയാൻ ഇടവരരുത്. മാനസികമായി തയ്യാറാകുന്നതോടൊപ്പം തന്നെ ഭൗതികമായും എപ്പോഴും തയ്യാറായിരിക്കണം. അമേരിക്കയിലെ മുറബി സിൽസില ഫിറാസത്ത് ഖബർ സാഹിബ് പറയുന്നു, മഹദി സാഹിബ് ജാമ്യയിലേക്ക് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചു. നിങ്ങൾ ആഫ്രിക്കയിലെ മുബല്ലിഗായി അയക്കുകയും അവിടെ പ്രാദേശികമായി എതിർപ്പുണ്ടാവുകയുമാണെങ്കിൽ നിങ്ങൾ ആരെയാണ് ആദ്യമായി ബന്ധപ്പെടുക? മാതാവിനെയാണോ അതോ ഖലീഫത്തുൽ മസീഹിനെയാണോ? ഞാൻ ആലോചിച്ച ഉടൻ തന്നെ പറഞ്ഞു, ഖലീഫത്തുൽ മസീഹിനെ. മഹദി സാഹിബ് പറയുന്നു, ഞാൻ ഈ കാര്യം കൊണ്ട് മാത്രം നിങ്ങളെ ജാമ്യയിൽ പ്രവേശിക്കാൻ ശുപാർശ ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരിയായ മറുപടി. മിഷൻ ഹൗസ് സെക്രട്ടറി കേണൽ ദീദാർ സാഹിബ് പറയുന്നു, നസീം മാദി സാഹിബിന് ഖലീഫുമാരുടെ അനുസരണത്തിന്റെ വികാരം പ്രത്യേകം പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ ഒന്ന് പീസ് വില്ലേജ് എന്ന സ്ഥാപനമാണ്.
ഇത് രൂപപ്പെടാനുണ്ടായ കാരണം കനഡയുടെ ജസസാലാന മസ്ജിദ് ബൈത്തുൽ ഇസ്ലാമിനോടടുത്തുള്ള മൈതാനത്തിലാണ് നടന്നിരുന്നത്. ആ സമയത്ത് അടുത്തുള്ള കൃഷിഭൂമിയുടെ ഉടമസ്ഥ ജലസയുടെ അവസരത്തിൽ അതിന്റെ ബഹളം കാരണവും തനിക്ക് അസ്വസ്ഥതയാണെന്നും ലങ്കറിൽ നിന്നും വരുന്ന മണം അസഹ്യനുമാണെന്നും പരാതിപ്പെട്ടു. ഏതായാലും കുറച്ചു സമയത്തിനകം തന്നെ സർക്കാർ കൃഷിഭൂമിയെ തട്ടുകളാക്കി തിരിച്ച് വാസസ്ഥലമായി മാറ്റുകയുണ്ടായി. വാസസ്ഥലമായപ്പോൾ നസീമാദി സാഹിബ് ഏറെ ചിന്താകുലനായി. ഇതുവരെ ഒരു വീടിന്റെ ഉടമസ്ഥയാണ് പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി നിരവധി ഉടമസ്ഥന്മാർ വരും. വളരെ പ്രയാസമാവുകയും ചെയ്തു. നിരവധി വീടുകൾ വരുന്നതാണ്. അദ്ദേഹം ഈദിന്റെ അവസരത്തിൽ ജമാഅത്തിന് മുന്നിൽ ഒരു സ്കീം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടും അഹമ്മദികളുടേതായിക്കൂടാ? അഹമ്മദികൾ ഈ സ്ഥലം വാങ്ങണം. അങ്ങനെ അഹമ്മദികൾ ഈ ആഹ്വാനത്തിന് ലബ്ബൈക്ക് പറയുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പീസ് വില്ലേജ് സ്ഥാപിതമാവുകയും ചെയ്തു. മുറബി സിൽസില സീഷാൻ ഗൊറായിയ സാഹിബ് പറയുന്നു, നിരവധി യുവാക്കൾ അദ്ദേഹത്തിൽ ശിഷ്ടം കരസ്ഥമാക്കിയവരാണ്. അദ്ദേഹത്തിന്റെ തർബീയത്തിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾ വിവിധ നാടുകളിൽ മുറബിമാരായി സേവനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ തർബീയത്ത് പരമായി ഞങ്ങൾ ഖിലാഫത്തിനോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുകയും അനുസരണത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളിൽ വളരുന്നത് അനുഭവിക്കുകയും ചെയ്യുന്നു. കനഡ ഉമ്മറെ ഖാരിജ സെക്രട്ടറി ആസിഫ് ഖാൻ സാഹിബ് പറയുന്നു, ഞാൻ 13-ാമത്തെ വയസ്സിലാണ് വാൻ എന്ന സ്ഥലത്ത് വന്നത്. ആ സമയത്ത് മിഷൻ ഹൗസിന് ചുറ്റുപാടും ഒരു ഡസനിൽ താഴെ അഹമ്മദികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ സമയത്ത് ജമാഅത്തി പരമായി അറിവും കുറവായിരുന്നു. മഹദി സാഹിബ് എന്നോട് മകനെ പോലെ വാത്സല്യം കാണിച്ചു. എൻ്റെ ഉസ്താദായി മാറി. ബാസ്കറ്റ് ബോൾ കളിക്കുകയും ഞങ്ങൾക്ക് ജമാഅത്തിൽ അധ്യാപനം നൽകുകയും ചെയ്തിരുന്നു. എനിക്ക് ബുദ്ധി ഉറച്ചതു മുതൽ എന്നെ വിവിധ രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടാക്കാനുള്ള ജമാഅത്തി ജോലി ഏൽപ്പിച്ചു. ഇങ്ങനെ ഇന്നും അദ്ദേഹം വളരെ നല്ല സേവനമാണ് ചെയ്തത്. പറയുന്നു, എല്ലാ ശിക്ഷണവും ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് തേടിയത്. അമേരിക്കൻ ജമാഅത്ത് അമീർ മിർസ മഖ്ഫൂർ അഹമ്മദ് സാഹിബ് പറയുന്നു, 2001 മുബല്ലിഗ് ഇൻചാർജ് നായിബ് അമീർ എന്ന നിലയ്ക്ക് സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. അമേരിക്കയിൽ വളരെ നല്ല സേവനമാണ് അദ്ദേഹം ചെയ്തത്. പര്യടനങ്ങൾ നടത്തിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി. തബ്ലീഗ് പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിന് മീഡിയയും വിവിധ കമ്പനികളും മുഖേന ഇസ്ലാം അഹമ്മദിയത്തിന്റെ സന്ദേശം അമേരിക്കയിൽ പരത്താൻ തൗഫീക്ക് ലഭിച്ചു. മെക്സിക്കോയിൽ ജമാഅത്ത് സ്ഥാപിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ അവിടെ മിഷൻ ഹൗസ് ഉണ്ടാക്കുന്നതിനും തൗഫീക്ക് ലഭിച്ചു. അമേരിക്കയിൽ തബ്ലീഗ് സെക്രട്ടറി വസീം സയ്യിദ് സാഹിബ് പറയുന്നു, മർഹൂം എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിയിരുന്നു. അക്കാര്യത്തിൽ മുൻകൈ എടുത്തിരുന്നു. ഇസ്ലാമിക സേവനത്തിന് എല്ലാവരെയും കൂടെ നിർത്താനുള്ള രീതി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും നടക്കുന്ന സെപ്റ്റംബർ 11 അനുബന്ധിച്ച പ്രോഗ്രാമിൽ ഇസ്ലാമിക സന്ദേശം പരത്താനുള്ള സന്ദർഭമാക്കിയത് മാറ്റി. മുസ്ലിം ഫോർ ലൈഫ്, മുഹമ്മദ് മെസ്സഞ്ചർ ഓഫ് പീസ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ചു. അമേരിക്കയിലെ 56 യൂണിവേഴ്സിറ്റികൾ ഈ വിഷയത്തെക്കുറിച്ച് ഭാഷണങ്ങൾ നടത്തി. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥം വിശാലമായ തലത്തിൽ ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉപഹാരം നൽകുകയും ചെയ്തു. മുസ്ലിം ഫോർ ലോയൽറ്റി എന്ന പേരിലും പരിപാടികൾ ആവിഷ്കരിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണങ്ങൾ നടത്തി. പ്രാദേശിക സർക്കാർ കേന്ദ്രങ്ങളുമായി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും ഇസ്ലാമിക സന്ദേശത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ജസസാലയുടെ അവസരത്തിൽ തന്റെ പ്രസംഗത്തിൽ സ്വിറ്റ്സർലാൻഡിലെ മിഷനിലെ പ്രവർത്തനങ്ങളിൽ ജമാഅത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൾഡർ സ്കീമിൽ മഹദി സാഹിബിന്റെ പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, സ്വിറ്റ്സർലാൻഡിലെ കുന്നുകളിൽ മൃഗങ്ങളെ വളർത്തുന്ന 3 ഗോത്രങ്ങളുണ്ട്.
മൂന്ന് കൂട്ടരുടെയും ഭാഷ വ്യത്യസ്തമാണ്. 2800-ഓളമാണ് ജനസംഖ്യ. ഒരു വിഭാഗം അതിലും കുറവാണ്. ഏതായാലും പറയുന്നു, യാദൃച്ഛികമായി 28,000 ആളുകളുടെ ഭാഷയിൽ ഫോൾഡർ പ്രസിദ്ധീകരിച്ചു. നസീമാദി സാഹിബിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഞാനുമായി കൂടിയാലോചിച്ചതിന് ശേഷം 8,000 ഫോൾഡർ ഓരോ വീട്ടിലും എത്തിച്ചു. അവിടെ ഈ പ്രദേശത്തുള്ള ഓരോ വീട്ടിലും അത് എത്തിയപ്പോൾ ബഹളമുണ്ടാവുകയും 2 പത്രങ്ങൾ വളരെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നല്ല പോലെ താങ്കൾക്ക് അനുകൂലമായി ദുആ ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഫോൾഡറാണ് വിതരണം ചെയ്യപ്പെട്ടത്. ഏതായിരുന്നാലും ഈ സംക്ഷിപ്ത റിപ്പോർട്ട് അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ജൽസയിൽ കേൾപ്പിക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് പൊറുമയും കാരുണ്യവും കാണിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുകയും തന്റെ ഇഷ്ടമുള്ളവരുടെ പാദങ്ങളിൽ ഇടം കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സബറും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകൾ തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹം കാണിച്ചതുപോലുള്ള കൂറോടുകൂടി അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ജീവിതം നയിക്കാൻ കഴിയുമാറാകട്ടെ. അടുത്ത അനുസ്മരണം റബൂയിലെ മുഹമ്മദ് അഹമ്മദ് ഷാരിമിനെ കുറിച്ചാണ്. ഈ കുട്ടി 16-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖിലാഫത്തിന് തന്നെ സമർപ്പണം ചെയ്ത സുസ്മേരവതനായ എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. ജമാഅത്തിന്റെ സാമ്പത്തിക പ്രോഗ്രാമുകളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഈ പ്രായത്തിൽ തന്നെ വസിയത്ത് ചെയ്തിരുന്നു. സന്തപ്ത കുടുംബത്തിൽ മാതാപിതാക്കളെ കൂടാതെ 2 സഹോദരിമാരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും സഹനവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ. മൂന്നാമതായി പരാമർശിക്കാനുള്ളത് മർഹൂം റഷീദ് സാഹിബിന്റെ ഭാര്യ സലീമ കമർ സാഹിബയെ കുറിച്ചാണ്. അവർ മെയ് 16 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എത്തിയത് അവരുടെ പിതാവ് ചൗധരി സിദ്ദീഖ് സാഹിബിന്റെ മാതാമഹൻ ഹജറത് മൗലവി വസീറുദ്ദീൻ സാഹിബ് ഓഫ് മുക്കേരിയ വഴിയാണ്. ഇദ്ദേഹം ഹജറത് മസീഹ് ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. കാങ്കടയിൽ ഹെഡ് മാസ്റ്ററുമായിരുന്നു. മൗലവി ഫാദിലായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി മുഹമ്മദ് സിദ്ദീഖ് സാഹിബ് ജമാഅത്തിലെ ലൈബ്രറിയിൽ നല്ല നിലയിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. നീണ്ട കാലത്തോളം റബൂയിൽ സദറുമൂമി എന്ന നിലയ്ക്കും സേവനം ചെയ്തിട്ടുണ്ട്. മൗലവി സാഹിബിന്, അതായത് സലീമ കമർ സാഹിബിന്റെ പിതാവിന് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം റബുവ സ്ഥാപിച്ച സമയത്ത് കൂടുകരങ്ങൾ കെട്ടാനും ആദ്യത്തെ രാത്രി റബുവിൽ താമസിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പരേതിയുടെ ആദ്യകാല വിദ്യാഭ്യാസം റബുവിൽ നിന്നാണ് കരസ്ഥമാക്കിയത്. പിന്നെ താലിമുൽ ഇസ്ലാം കോളേജിൽ നിന്ന് MA അറബി പാസ്സായി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സേവനം ചെയ്തിരുന്നു. 1972 മുതൽ 82 വരെ ലജ്ന ഇമായില ലോക്കൽ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. 82 മുതൽ 87 വരെ അമത്തുൽ ഹൈ ലൈബ്രറിയിൽ ലൈബ്രറിയൻ ആയിരുന്നു. 87 മുതൽ 2018 വരെ 31 വർഷം മിസ്ബാഹ് മാസികയിൽ എഡിറ്ററായി പ്രവർത്തിച്ചു. ആ കാലയളവിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും അവർ ഈ മാസികയെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോയി. മർഹൂമ വളരെ നല്ല സ്വഭാവത്തിനുടമയും ആരാധന അനുഷ്ഠിക്കുന്നവരും ദുആകളിൽ വ്യാപൃതിയാകുന്നവരും ലളിത ജീവിതത്തിന് ഉടമയുമായിരുന്നു. കൃത്യമായ തഹജ്ജുദ് നമസ്കാരം കൂടാതെ നഫ്ലി നമസ്കാരങ്ങൾ, ലുഹ, ഇശ്റാഖ് നമസ്കാരങ്ങളും കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. അഹമ്മദിയ ഖിലാഫത്തുമായി വളരെ ആത്മാർത്ഥതയും കൂറുമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദുആ വളരെ പ്രകടമായിരുന്നു. മലക്കിന്റെ സ്വഭാവമുള്ള മഹിളയായിരുന്നു. എല്ലാവരോടും സ്നേഹവാത്സല്യം ഉണ്ടായിരുന്നു. ആരോടും ഈർഷ്യ കാണിച്ചതുമില്ല. അള്ളാഹു മർഹൂമയോട് മൗഫിറത്തും കാരുണ്യത്തോടെയും കൂടി വർത്തിക്കുമാറാകട്ടെ. പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر